ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ടല്ല, എൻ്റെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ ബാക്ക് വശത്താണ് ഈ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് എൻ്റെ സിലിണ്ടർ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന കണ്ടില്ലേ, ഇതിൽ നിറച്ച് ഗ്യാസ് ഉള്ളത് കൊണ്ടാണ് ഈ പിന്നെ സിലിണ്ടർ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്. അല്ലെങ്കിൽ നന്നായിട്ട് താന്നാണ് കിടക്കുക. കുറച്ചുകൂടെ ഗ്യാസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊങ്ങിക്കിടക്കും. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റെല്ലാം ഈ ബയോഗ്യാസിലിടുന്നതിൻ്റെ ഗ്യാസായി പോയിട്ട് ബാക്കി എല്ലാം ചീഞ്ഞ് അതിൻ്റെ വേസ്റ്റായിട്ട് വരുന്നത് ഈ ഡ്രെയിനേജ്, ഞങ്ങൾക്ക് ഡ്രെയിനേജ് ഉണ്ട്, ആ ഡ്രെയിനേജിലാണ് പോകുന്നത്. അവിടെ ഒരു പാത്രം വെച്ചിരിക്കുന്നത് സ്ലറി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്ന് വരുന്ന സ്ലറി എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിന് വീത്താൻ വേണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രം അവിടെ വെച്ചതാണ്. അപ്പം ഈ പ്ലാന്റ് ഞാൻ ഒരു വല കൊണ്ട് മൂടിയിട്ടിട്ടുണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ വെള്ളമുണ്ട്. ഈ വെള്ളത്തിലാണ് ആ സിലിണ്ടർ നിൽക്കുന്നത്. ഈ വെള്ളം മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിതിലേക്ക് മണ്ണെണ്ണ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പം കൊതുകിൻ്റെ മുട്ടയോ വല്ലതും ഉണ്ടെങ്കിൽ ചത്തുപോകുമല്ലോ. അതുകൊണ്ട് ഞാൻ മണ്ണെണ്ണ ഇടയ്ക്കിടയ്ക്ക് വീഴ്ത്തി കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഒരു വലിയ പൈപ്പ് മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് തുറന്നിട്ട് ഇതിലേക്കാണ് ഫുഡ് വേസ്റ്റും വെള്ളവും എല്ലാം ഒരു ബക്കറ്റിൽ ശേഖരിച്ച് വെച്ചിരിക്കും. അതെന്ന് രാവിലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് നോക്കുന്നത്. ഈ ഒരു പൈപ്പിൽ കൂടെയാണ് ഇതിൻ്റെ വെള്ളമെല്ലാം വേസ്റ്റെല്ലാം ഡ്രെയിനേജിലേക്ക് പോകുന്നത്. ഇതൊരു ഓപ്പൺ സ്പേസാണ്. ഇത് ഞാൻ മൂടി വെച്ചിരിക്കുകയാണ്. പച്ചക്കറിയുടെയും മീനിൻ്റെയും ഇറച്ചിയുടെ എല്ലാം വേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഗ്യാസായി മാറും. ഇതിലെ നമ്മൾ ഫുഡ് വേസ്റ്റെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സിലിണ്ടർ പിടിച്ചിട്ട് ഒരു 4-5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനകത്ത് നമുക്ക് ഉള്ളിത്തോല്, പൈനാപ്പിളിൻ്റെ തോല്, നാരങ്ങാത്തോല്, മുരിങ്ങക്കോല്, തൈര് ഇതൊന്നും ഒഴിക്കാൻ പാടില്ല. ഇതൊന്നും ഇടാൻ പാടില്ല. നമുക്ക് ചിക്കൻ്റെ കാലോ ചിക്കൻ്റെ എല്ലോ ഇറച്ചിയുടെ എല്ലോ എന്ത് വേണോ ഇതിലിടാം, ഒരു കുഴപ്പവുമില്ല. ഇതാണ് ബയോഗ്യാസിൻ്റെ സ്റ്റൗവ്. ഇത് ഒറ്റ ബർണർ മാത്രമേ ഉള്ളൂ, ഒറ്റ സ്റ്റൗവാണ്. ഇത് നമ്മുടെ മറ്റ് സ്റ്റൗ പോലെ അതേ ഇത് തന്നെയാണ്. ഇനി ഇതൊരു പച്ച ട്യൂബ് കണ്ടില്ല, ഇത് പുറത്തുനിന്ന് ആ ബയോഗ്യാസ് പ്ലാന്റിൽ ഘടിപ്പിച്ചിട്ടുള്ളതാണ്. അത് നേരിട്ട് ഈ സ്റ്റൗവിലേക്ക് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റൗ തുറന്ന് പാചകം ചെയ്യാനായിട്ട് പറ്റും. ഇത് നന്നായിട്ട് ഗ്യാസ് ഉണ്ടെങ്കിൽ നമുക്ക് 1.5 മണിക്കൂറത്തെ പാചകത്തിന് കിട്ടും. പക്ഷേ നമ്മുടെ മറ്റ് ഗ്യാസ് പോലെ അത്രയും പവറില്ല, പക്ഷെ അത്രയും അപകടകാരിയും അല്ല. നമ്മൾ ബയോഗ്യാസിൽ ഇടുന്ന വേസ്റ്റിൻ്റെതനുസരിച്ച് ആയിരിക്കും നമുക്കിതിൽ ഗ്യാസ് ഉണ്ടാവുക. അത്യാവശ്യം പാചകങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മളതിൽ വേസ്റ്റ് ഇടുന്നതിനനുസരിച്ച് നമുക്ക് ഗ്യാസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.